കർത്താവിൻ്റെ തന്നെ നാമം ഇന്ന് പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. രാജാവും കർത്താവുമായവന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ജനത്തോടെ ആകാശങ്ങളെ വാർത്തുണ്ടാക്കിയ തൻ്റെ ജനത്തെ മരുഭൂമിയിലെന്ന പോലെ ആഗൂരൂടെ നടത്തിയ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയായിരിക്ക. അവിടുത്തെ പ്രവർത്തികൾ അതിശ്രേഷ്ഠമാണ്. തിരുവെഴുത്ത് പറയുന്നത് പോലെ അവിടുന്ന് സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ഒരു ദൈവമാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദൈവവിശ്വസ്തതയും നമുക്ക് മീതെ ഉയർന്നിരിക്കുന്നതിന് നന്ദി പറയാം. കൊലോസ ജഡത്തിലെ ശൂലം അല്ലെങ്കിൽ ആ ബലഹീനത മാറേണ്ടതിന് ദൈവത്തോട് അപേക്ഷിച്ചു പലതവണ. പക്ഷെ കർത്താവ് പറഞ്ഞു, അതല്ല ഞാൻ നിനക്ക് നൽകുന്നത്, മാറുക എന്നുള്ളതല്ല, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ നിൻ്റെ മേൽ വന്നാൽ ഇതിനെല്ലാം ജയിക്കാൻ. പ്രിയരെ, ഈ ദിവസങ്ങളിൽ ചിലത് മാറാൻ നിൽക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ പറയാനുള്ളത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി നിൻ്റെ സകല ബലഹീനത ഓവർകം ചെയ്ത് പുറത്തു കൊണ്ടുവരുന്നതാണ്. വിശ്വസിക്കുന്നവർ പറ, കർത്താവേ, ചിലതൊക്കെ എന്തുകൊണ്ട് മുമ്പിൽ നിന്ന് മാറുന്നില്ല, അതിനെയൊക്കെ ജയിക്കുന്ന ഒരു അഭിഷേകം ദൈവത്തിൻ്റെ കൃപ, അളവറ്റ കൃപ, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്ന് പകൽ നമുക്കൊന്ന് തിരിച്ചറിയാൻ ഇടയായിത്തീർന്നാൽ നമ്മൾ ശക്തരാകുകയാണ്. ദുഷ്ടനെ ജയിക്കുന്ന ഒരു ശക്തി, ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുക. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് പോലെ ദുഷ്ടശക്തിയുടെ ലോകത്തെ, പാപത്തെ, സകലത്തെയും ജയിക്കാൻ ദൈവം നമുക്ക് ഇടതാക്കും. സ്തോത്രം. അവിടുത്തെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും. ആമേൻ പറയാൻ തയ്യാറാകും. ഒരു കാലഘട്ടത്തിലും തള്ളിക്കളയുന്ന, ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ദാവീദ് പറയുന്നത് പോലെ ഈ ദൈവം എത്ര നല്ലവനാണ്. രുചിച്ചറിഞ്ഞൊരു മനുഷ്യനാണ് പറയുന്നത്, അവിടെ നല്ലവനെന്ന രുചിച്ച. ബാലസിംഹങ്ങൾ പോലും ഇരകിട്ടാതെ വിശന്നിരിക്കുന്ന സമയത്തും യഹോവയെ അന്വേഷിക്കുന്നവരെ ശ്രേഷ്ഠമായി നടത്തുന്ന, കരുത്തിൽ പിടിക്കുന്ന, വഴി പറഞ്ഞു കൊടുക്കുന്ന, അവർക്ക് മുൻപായി പുറപ്പെടുന്ന, ഏകാന്തതകളിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവ് നമ്മുടെ ദൈവമല്ലാതെ മറ്റാരാണ്? വഴികളുടെ കുറവ് തീർക്കുന്ന ദൈവം, ശക്തി കൊണ്ട് അരമുറക്കുന്നവൻ ഇന്നും നമ്മുടെ മധ്യവിലാവും. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ തകർക്കപ്പെട്ട, ശൂന്യമാക്കപ്പെട്ട ഒരു സമൂഹം, വെട്ടുക്കിളി, തുള്ളൻ, പച്ചപ്പുഴു വിട്ടിൽ നശിപ്പിച്ചു കളഞ്ഞ വർഷങ്ങൾ, എങ്ങും ശൂന്യത മാത്രം കെട്ടിക്കിടക്കും. ഗോശാലകളിൽ കന്നുകാലികൾ കാണുന്നില്ല. മറ്റൊടത്ത് പറയും, അത്തിവൃക്ഷം തളർക്കില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ നടുവിലും യഹോവ എൻ്റെ കൂടെ ഉണ്ടെന്നും, എൻ്റെ ജനത്തിൻ്റെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് യോബേൽ പ്രവചനത്തിൽ. എവിടെ? നഷ്ടപ്പെട്ട ഇടത്ത് അതിനെ മടക്കി തന്ന, നിന്ദകളെ മാറ്റി ജനം ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞപ്പോൾ, അനുതപിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, ഉപവസിച്ചപ്പോൾ, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറിയപ്പോൾ, ഹൃദയം തകർന്നപ്പോൾ, ദൈവങ്ങളുടെ മാധ്യത്തിലേക്ക് ഇറങ്ങി വന്ന വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും വിട്ട് നശിപ്പിച്ച സംവത്സരങ്ങളെ തിരിച്ചു കൊടുക്കുക മാത്രമല്ല, അവിടുന്ന് വിളിച്ചു പറഞ്ഞ്, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല, ഞാൻ അവരുടെ മധ്യയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, നമ്മുടെ മധ്യ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവം, നഷ്ടപ്പെട്ട ഇടത്ത്, ഇനിയും തിരിച്ചു വരവില്ലെന്ന് ചിന്തിക്കുന്ന ഇടത്ത്
ഇങ്ങനെ മുൻപോട്ട് പോകും. എത്ര വർഷമായി അനുഭവിക്കുന്ന വേദനകളും സ്ട്രഗിളുകളും കണ്ട നിരാശയകത്ത് വരുമ്പോൾ ഇല്ല, അവിടത്തേക്ക് പറയാനുള്ളത് എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല, ഞാൻ അവരുടെ മധ്യയുണ്ട്. യെശയ്യാപ്രവചനം 43:20 വാക്യം സുപരിതമാണല്ലോ. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. ഇവിടെ പറയുകയാണ്, മുൻപുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് വച്ചു. ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ഇതാ പുതിയത്. കഴിഞ്ഞ നാളുകൾ അനുഭവിച്ച കഷ്ടങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം, ഒറ്റപ്പെടിയിലുണ്ടാകാം, ശൂന്യമാക്കപ്പെട്ട അനുഭവം ഉണ്ടാകാം, ആരോടും തുറന്നു പറയാൻ പറ്റാത്ത അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, അവസ്ഥയിൽ മരുഭൂമിയിലായിരിക്കുന്നതിന് തുല്യമായി മുമ്പോട്ട് പോകുന്ന ചിലരോട് വിളിച്ചു പറയുന്നു, പണ്ടത്തേതിനെ ഓർക്കണ്ട. കഴിഞ്ഞ നാളിലേറ്റ മുറിവുകൾ, സങ്കടങ്ങൾ, സംഘർഷങ്ങൾ, സന്താപങ്ങൾ, സാഹചര്യങ്ങൾ, ഇതെല്ലാം കണ്ടിട്ട് അവിടുന്ന് വിളിച്ചു പറയുന്നു, പണ്ടത്തേത് ഓർക്കണ്ട, പഴയ നിരൂപിക്കണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അത് ഇപ്പോൾ തന്നെ ഉത്ഭവിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത ചില വഴികൾ ഇപ്പോൾ പുതിയത്, ഇതുവരെ പോകാത്തത്, ഇതുവരെ നടന്നിട്ടില്ലാത്തത്, ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, അനുഭവിച്ചിട്ടില്ലാത്തത്, അങ്ങനെയൊരു തലം അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുക. എവിടെയാണിപ്പോൾ? മരുഭൂമിയിലൂടെ പോകുന്ന ജനത്തോട്, ചൂടിൻ്റെ നടുവിലൂടെ. അതികഠിനമാണ് ചൂട്. അക്ഷരിക ചൂടല്ല ഞാൻ പറയുന്നത്, പല വിഷയങ്ങൾ ചുട്ടുകൊള്ളുന്ന അനുഭവങ്ങൾ പോലെ ഒറ്റയ്ക്കിരുന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ചിലരോട് വിളിച്ചു പറയുന്നു, കർത്താവ് പുതിയത് ചെയ്യാൻ പോകുക. എന്നിട്ടാണ് പറയുന്നത് നമ്മുടെ കുറിവാക്യം, ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ആർക്കു വേണ്ടിയെന്നറിയാമോ? അതാണ് നമ്മുടെ വാക്യം. എൻ്റെ ജനത്തിന് കുടിക്കാൻ കൊടുക്കേണ്ടതിനാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന്, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവിടുത്തെ ജനത്തിന് കൊടുക്കേണ്ടതിന്, മരുഭൂമിയിൽ കൊടുക്കേണ്ടതിന്, വെള്ളമില്ലാത്തടത്ത് നൽകേണ്ടതിന്, വറ്റി വരണ്ടയിടത്ത്, ഡ്രൈ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇനിയൊന്നും ഉണ്ടാകില്ല, ഇവിടെ ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ആർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഇടത്ത് തന്നെ എൻ്റെ ജനത്തിന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും. നിങ്ങൾ കർത്താവിൻ്റെ ജനമാണ്, അവിടുത്തേക്ക് പ്രിയരാണ്. അങ്ങനെയെങ്കിൽ ആ വചനം ഇന്ന് പകൽ ഏറ്റെടുത്ത് പറ, കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി മരുഭൂമിയിൽ എൻ്റെ ജനത്തിന്, നോക്കുക വാക്യം, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും. അവിടെ വെള്ളമില്ല, വരണ്ടിരിക്കുന്നു, ഉറവയില്ല. പക്ഷേ കർത്താവ് ഇന്നു പകൽ ഹാഗറേ നിനക്ക് വേണ്ടി തുറക്കുക. ബാലൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് നീ കരയുന്നു, ബാലനും കരയുന്നു. പക്ഷേ അതേ മരുഭൂമിയിൽ നീ ഇരിക്കുന്നിടത്തൊരു നീരുറവ ദൈവത്താണ്. ഇവിടെ നോക്കൂ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുക, മരുഭൂമിയിൽ വന്നു. കുടിപ്പാൻ എവിടെ വെള്ളമെന്ന് അവർ ചിന്തിക്കുന്ന ഇടത്ത് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി പാറയിൽ നിന്ന്, ഒന്നുകൂടെ പറഞ്ഞാൽ തീക്കൽ പാറയിൽ നിന്ന് ജലം ചാടി പുറപ്പെടുവിച്ചില്ലേ? സ്തോത്രം. ദൈവശക്തി ഇന്ന് പകൽ വ്യാപരിച്ചാൽ അസാധ്യങ്ങളിൽ നിന്ന് സാധ്യമാകുന്ന ചില ദൈവപ്രവർത്തികൾ. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട ജനമാണ്, നിങ്ങൾ ആത്മാവിൽ ശക്തരാകുന്ന ജനമാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ജനത്തിന്, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ, ദൈവം അഡ്രസ് ചെയ്യുക, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന്, വാക്ക് മറന്നു പോകരുത്,
കുടിപ്പാൻ കൊടുക്കാൻ ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നോക്കൂ നദികളും നൽകിയിരിക്കും. അനേകർ ഇത് കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ, ജാതികളിൽ നിന്ന് ഗാത്രത്തുന്ന ഭാഷയിൽ നിന്നുള്ളവർ ദൈവം നൽകുന്ന വിടുതലുകൾ കണ്ട് ദൈവത്തെ ബഹുമാനിക്കാൻ, പല തരത്തിലുള്ള ആളുകൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, അവിടുത്തെ ആരാധിക്കാൻ ഇടയാക്കാൻ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ശ്രദ്ധകരമായ ചില വിടുതലുകൾ ഇന്ന് പകൽ സൗഖ്യം വ്യാപരിക്കുന്നു, ബലം വ്യാപരിക്കുന്നു, സകല നിരാശകളും മാറി വിലാപങ്ങൾ നൃത്തമാകുന്നു, രക്ത സന്തോഷമാകുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. എൻ്റെ ജനത്തിന്, ഞാൻ തിരഞ്ഞെടുത്ത ജനത്തിന് മരുഭൂമിയിൽ നദികൾ പാഞ്ഞൊഴുകുകയാണ്. നീ ഇരിക്കുന്നിടത്തേക്ക് ചില ദൈവപ്രവർത്തികൾ വരികയാണ്. കോരി കുടിക്കുവാൻ, ചൈതന്യം വരാൻ, വീണ്ടും ജീവിക്കാൻ ഒരു വലിയ ദൈവപ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നു. പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. എൻ്റെ ജനം, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ച് പോകത്തില്ലെന്ന് മറ്റൊരിടത്ത് പറഞ്ഞെങ്കിൽ അവരുടെ നടുവിൽ ഇറങ്ങി വന്നിട്ട് അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തി മരുഭൂമിയിൽ നീരൊഴുക്ക് പകരുന്ന അങ്ങയുടെ പ്രവൃത്തിക്കായി സ്തോത്രം. കൈവിട്ടുപോയ ചില വിഷയങ്ങൾ, ഹോപ്പ് നഷ്ടപ്പെട്ടത്, അവിടെ ദൈവം ഇറങ്ങി വന്ന് ചിലത് തുറക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു, ചിലതിനെ പുറത്തു കൊണ്ടുവന്നതിന് സ്തോത്രം, അത്ഭുതങ്ങൾക്ക് സ്തോത്രം, ദൈവപ്രവൃത്തിക്ക് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കൂ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യട്ടെ, അവിടുത്തെ സാന്നിധ്യം ഇറങ്ങട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇതാ പുതിയതൊന്ന് കർത്താവ് ചെയ്യുന്നു, പുതിയത് ചെയ്യുന്നു, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത്, പോയിട്ടില്ലാത്തത് ഇതാ നിങ്ങൾക്ക് വേണ്ടി ദൈവം നൽകി നിങ്ങളെ അതിലൂടെ നടത്തുന്നു. ഈ വചനങ്ങളെല്ലാം സഹായിക്കട്ടെ. ക്രിസ്തേശു നിങ്ങളുടെ സഹോദരൻ പ്രസവിച്ചു.